ഗൈസ്, നമ്മളിന്ന് കാണാൻ പോയ സിനിമയാണ് അനന്തൻകാടിനെ കുറിച്ച്. ഒന്നും പറയാനില്ല. അനന്തൻ്റെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു. ഒരു ആവറേജ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു 5-1 1/2 മാർക്ക് ഇതിനു വേണ്ടി വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് പറയാനുള്ളൂ ഈ പടത്തെക്കുറിച്ച്. അല്ല പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തു വെച്ചിട്ടൊന്നുമില്ല. മ്യൂസിക് അജനേഷ് ലോകനാഥാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പുള്ളി ചെയ്തിട്ടുണ്ട്. എന്താണ്ടൊക്കെ എവിടെ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള മ്യൂസിക്കൊക്കെ അടിച്ച് വെച്ച് പുള്ളിയുടെ തന്നെ വർക്ക് തന്നെ എടുത്ത് വീണ്ടും എന്താണ്ടൊക്കെയോ മ്യൂസിക്കൊക്കെ കയറ്റി അടിച്ചു വെച്ചേക്കുക. മുരളി ഗോപിയെക്കുറിച്ച് പറയണ്ടല്ലോ. പുള്ളി എന്താണ്ടൊക്കെയോ ചെയ്തു വെച്ചേപ്പുണ്ട്, എന്താണ്ടൊക്കെയോ നടക്കുന്നു. പുള്ളിയുടെ രീതിയിൽ അഭിനയിക്കുന്നു. പുള്ളിയുടെ 2-3 സീനൊക്കെ എഴുതി വെച്ചേക്കുന്നത് നന്നായിട്ടുണ്ട്. അതെടുത്ത് പറയാം. നമ്മുടെ ആ പ്രൊമോ സീന് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീനായിരുന്നു. പിന്നെ അതെനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ സീനേ ഉള്ളവരുടെ എനിക്ക് തോന്നുന്നു എടുത്ത് പ്രൊമോ ആയിട്ട് കൊടുത്തത് ആൾക്കാർ കാണട്ടെന്നൊക്കെ വിചാരിച്ചു. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നു. സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇന്ദ്രൻസ്, നമ്മുടെ വിജയരാഘവന്, ആര്യ, മുരളി ഗോപി, അങ്ങനെ തുടങ്ങിയ ഒരു കുറേ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇടയ്ക്കൊന്ന് കണ്ണടച്ച് പറഞ്ഞപ്പോൾ റാഷി ഖന്ന വരെ വന്നുപോയി. റാഷി ഖന്ന, ഭരത്, അങ്ങനെ കുറേ. അത് റാഷി ഖന്നയുടെയൊക്കെ റോളൊക്കെയാണ് ഭയങ്കരം. പിന്നെ ചുമ്മാ ഒരു ക്ലൈമാക്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക. അതേ നമ്മുടെ എമ്പുരാനകത്തെ ക്ലൈമാക്സ് ഒക്കെ പോലെ തന്നെ, ഏതൊക്കെയോ പടത്തിലെ ക്ലൈമാക്സ് ഒക്കെ പോലെ തന്നെയൊക്കെ തോന്നി. രണ്ടൊക്കെ എഴുതി വെക്കുന്ന പുള്ളിക്ക് എനിക്ക് തോന്നുന്നു വല്ലതൊക്കെ അടിച്ചിട്ട് എന്തൊക്കെ എഴുതി വെക്കുക. അല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പടത്തെക്കുറിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഞാനിവിടെ പത്തനംതിട്ട ഐശ്വര്യയിലാണ് പടം കണ്ടത്. ഐശ്വര്യ തിയേറ്ററിനെ പറ്റി ഒന്നും പറയാനില്ല. എന്തൊക്കെയോ അവർ പടം ഇടുന്നു. പിന്നെ കാമുകന്മാർക്ക് കയറി ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെയുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അവരിങ്ങനെ വെച്ചേക്കുന്ന ആ ഒരു തിയേറ്റർ. എനിക്കിതൊക്കെയാണ് അനന്തൻകാടിനെ പറ്റി തോന്നിയത്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് തിയേറ്ററിൽ നിന്ന് വലിയ റെസ്പോൺസൊന്നും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിൽ ചുമ്മാ ആൾക്കാരൊക്കെ ഇവിടെ നോക്കുന്നത്, ചിലരൊക്കെ ശബ്ദം കേട്ടിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ തിയേറ്ററിൻ്റെയും കൂടെ കുഴപ്പമാണ്. സൗണ്ട് സിസ്റ്റമൊന്നും വലിയ ഗുണമൊന്നുമില്ല. അതിൻ്റെയും കൂടെ കുഴപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. അനന്തൻകാട് മ്യൂസിക്കൽ അനന്തൻ്റെ